ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്. എത്ര നാൾ ഈ ഭംഗി ഉണ്ടാവും എന്നറിയില്ല, കാരണം നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് മോട്ടർ അടിച്ചിട്ട് വെള്ളം അങ്ങോട്ട് കയറി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് അടിക്കുമ്പോഴേക്കും വീണ്ടും വെള്ളം നിൽക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോട്ടറൊക്കെ നന്നാക്കാനായിട്ട് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചതിരിഞ്ഞ്. അപ്പോൾ അതുവരെ നമുക്ക് ഉള്ള വെള്ളം വെച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ചെടികളാണെങ്കിൽ കുറച്ച് വെള്ളം മതി കേട്ടോ. ചില ചെടികൾക്ക് ഡെയിലി വെള്ളം കിട്ടിയില്ലെങ്കിൽ ആകെ വാടി തളർന്നു പോകും. അപ്പോൾ ഞാൻ ഈ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പം തന്നെ ആസ്വദിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ചെടികളൊക്കെ പോകില്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലനിധിയുടെ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഫെബ്രുവരി മാസം ഒരു പകുതി ആകുമ്പോഴേക്കും ഇനി നമുക്ക് ജലനിധിയുടെ വെള്ളം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മോട്ടറും ശരിയാക്കണം, അതുപോലെ തന്നെ ജലനിധിയുടെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങളെയും ഇതൊക്കെ ഞാൻ കാണിച്ചത്. ഇന്നുണ്ടല്ലോ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവർ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോരാണെങ്കിൽ നല്ല രീതിക്ക് അവർക്ക് ഭാവി ജീവിതം സുരക്ഷിതമാക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ കടക്കെണിയിലൊക്കെ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഈ കാശിൻ്റെ ഉപയോഗം ചെയ്തുകൊണ്ട് ചിട്ടയായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് എങ്ങനെ സമ്പാദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ കടക്കെണിയിൽ എങ്ങനെ വീഴാതിരിക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പണം ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. പണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ സമാധാനവും സന്തോഷമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരും അല്ലേ. അപ്പോൾ നമ്മൾ വലിയ കടക്കെണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാരും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണമൊക്കെ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്ത് നല്ലൊരു ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും കേട്ടോ. കാശ് നമ്മൾ എപ്പോഴും ചിലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കേട്ടോ അത് യൂസ് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കയ്യിൽ നിന്ന് പോവേ ചെയ്യുള്ളൂ, പിന്നെ വീണ്ടും വന്നു എന്ന് വരില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട പണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കാശൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് പറ്റുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അവരെന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പുതുതായിട്ട് ഇറങ്ങിയ ഓരോരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ അങ്ങോട്ട് വാങ്ങുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം വാങ്ങേണ്ട സാധനങ്ങൾ കൂടാതെ ഈ വക സാധനങ്ങളും കൂടി നമ്മൾ വാങ്ങും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴി അറിയില്ല. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടതെന്നുള്ളത് ഒരു ലിസ്റ്റ് ഇട്ട് ആ ലിസ്റ്റുമായിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. എപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണല്ലോ നമ്മളതിൽ എഴുതുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് തോന്നില്ല. ഇനി അതെല്ലാം വാങ്ങിയിട്ട് നമുക്ക് കാശുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പുറത്ത് ഇനി നമ്മൾ പുതുതായിട്ട് കണ്ടിട്ടുള്ള 1-2 സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ വീട്ടമ്മമാർ ഇങ്ങനെ ഒരു കാൽക്കുലേഷനിൽ വേണം പുറത്തേക്ക് എപ്പോഴും ഷോപ്പിങ്ങിന് പോകാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയൽവക്കത്തെ വീട്ടിലുള്ള വീട്ടമ്മ ചിലപ്പോൾ അവർ വാങ്ങിയ പുതിയ സാധനങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുമ്പോൾ അപ്പോൾ തന്നെ നമുക്കും തോന്നാണ്, അയ്യോ എനിക്കും വാങ്ങണം ആ ഒരു സാധനം എന്ന് നമുക്ക് തോന്നിപ്പോവാണ് കേട്ടോ. അപ്പോൾ അവർക്കത് അത്യാവശ്യമായിരിക്കാം, പക്ഷെ നമുക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു സാധനമായിരിക്കും ആ ഒരു വസ്തു. പക്ഷെ നമുക്കത് അയൽ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇനി ഞാൻ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കുറവുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് ഒരാവശ്യമില്ലാതെ നമ്മൾ പണം ചിലവഴിച്ചും കഴിഞ്ഞ് അവരോട് മത്സരിച്ചും കഴിഞ്ഞ് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ ഒരു സ്വഭാവം നമ്മൾ ഉപേക്ഷിക്കണം കേട്ടോ. ഞാനുണ്ടല്ലോ യാത്രയായി കഴിഞ്ഞ് മാളയിലെ ഒരു ഹാളിലേക്ക് പോവാണ്. നമുക്കൊരു പിറന്നാൾ സദ്യക്ക് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നമ്മുടെ അയൽപക്കത്തെ വീട്ടിലെ കുട്ടിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ അത് വെച്ചിരുന്നത് പഞ്ചായത്ത് ഹാളിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു കാശ് സമ്പാദിക്കുന്നതിനെക്കുറിച്ചും അത് ദുരുപയോഗം ചെയ്യാതെ ചിലവഴിക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു
പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരു മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, ഒരു ദുശീലം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ആർഭാടത്തിൽ ജീവിക്കുക എന്നുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ വീടായിരിക്കും നമ്മൾ വെക്കുക. നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഏതാണ്ട് മുഴുവൻ തുകയും അടയ്ക്കേണ്ട വിധത്തിലുള്ള തരത്തിലുള്ള ലോണുകളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ വലിയ വീടൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള വലിയ വീടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഒന്ന് കിടന്നുറങ്ങാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വീടോ അതുപോലെ കാറോ സൗകര്യങ്ങളോ ഒക്കെ നമുക്ക് സാധാരണക്കാരാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സാലറിക്ക് ഉതകുന്ന തരത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങാനായിട്ട് പോകരുത് കേട്ടോ. നമുക്കത് വീണ്ടും നമുക്ക് കാശൊക്കെ വന്ന് നല്ല മെച്ചപ്പാടുണ്ടാകുന്ന സമയത്ത് നമുക്കത് വാങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചു വെക്കണം. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിങ്ങനെയുള്ള ആർഭാടങ്ങളിലൊന്നും ചെന്ന് പെടരുത്. അതൊരു ദുശീലാണ്. അങ്ങനത്തെ ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അടുത്തൊരു ദുശീലം എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിന് അഡിക്റ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മൊബൈൽ എടുത്തും കഴിഞ്ഞ് ഇങ്ങനെ ഓൺലൈനിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ഓരോ ഓഫറുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, നിസ്സാര കാശല്ലേ, അതുകൊണ്ട് നമുക്ക് വാങ്ങാം, ഒരു ടോപ്പല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാലയല്ലേ, അല്ലെങ്കിൽ ഒരു ബാഗല്ലേ എന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മളത് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളായിരിക്കും. അപ്പോഴേക്കും നമ്മൾ അടുത്ത ഒരു സാധനം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ മാസത്തിൽ 5-6 സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്ന വഴി നമുക്ക് അറിയില്ല. അതുമാത്രമല്ല, നമുക്ക് ഇനിയും വാങ്ങണം എന്നുള്ള ആ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരാൾ അങ്ങനെ വാങ്ങുമ്പോൾ മറ്റംഗങ്ങൾക്ക് ഇതുപോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി മൊത്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ ചിലവാകുമെന്ന് നമ്മളൊന്ന് കൂട്ടി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പണം പോകുന്ന ഒരു വഴി ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സൗകര്യമായി നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കാശ് പോകുന്ന വഴി അറിയില്ല. അപ്പോൾ സാധാരണക്കാർ കടക്കെണിയിലാകാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് അഡിക്റ്റ് ആവുന്ന ആ ഒരു പ്രവണതയാണ് കേട്ടോ. അപ്പോൾ ഈ ദുശീലങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമ്മുടെ സാധാരണക്കാരുടെ കാശ് പോകുന്ന മറ്റൊരു കാര്യമാണ് ആർഭാടം നിറഞ്ഞിട്ടുള്ള കല്യാണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ചിലവുള്ള ഒരു കാര്യം തന്നെയാണ്. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ കല്യാണ ദിവസം മാത്രമാണ് വലിയ ചിലവുള്ള കാര്യങ്ങളൊക്കെ നടത്തുള്ളായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. ഒരു മാസം മുൻപേ തുടങ്ങി അതിൻ്റെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര ആർഭാടത്തിലാണ് നമ്മൾ കല്യാണമൊക്കെ നടത്തുക. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ കല്യാണ തലേ ദിവസം അതും ഒരു ഫംഗ്ഷനാണ്. കല്യാണത്തിൻ്റെ അന്ന് പിന്നെ അതിൻ്റെ റിസപ്ഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പണം പോകുന്ന വഴി നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആർഭാടത്തിൽ കല്യാണം നടത്താതിരിക്കാനായിട്ട് നോക്കാം. അതായത് നോർമലായിട്ട് കല്യാണമൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്കധികം കാശൊന്നും പോകില്ല. അല്ലെങ്കിൽ നമ്മൾ വളരെ ആർഭാടത്തിൽ അത് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സാധാരണക്കാർ കടക്കെണിയിലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ആർഭാടങ്ങളൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കാശിൻ്റെ ആ ഒരു ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് ഉള്ള രീതിയിൽ നമ്മൾ കല്യാണങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ മക്കളെ കൂടെ കൂട്ടുകയാണെങ്കിൽ മക്കളും അവരുടേതായ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങും. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ സാധനങ്ങളുമാവും നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കുട്ടികളോട് പറഞ്ഞു വെക്കണം, ഇന്ന സാധനങ്ങളാണ് വാങ്ങാൻ പോകുന്നത്, നിനക്ക് വേണമെങ്കിൽ ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് 1-2 സാധനങ്ങളൊക്കെ പറഞ്ഞു വെക്കാം. അതിൽ കൂടുതലായിട്ട് സാധനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞ് വേണം അവരെ കൊണ്ടുപോകാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവരവിടെ വെച്ച് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളറിയാതെ അത് വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അതിനെക്കുറിച്ച് ചെറുപ്പത്തിലേ തന്നെ ബോധവാന്മാരാക്കിയിട്ടൊക്കെ വേണം നമ്മൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വലിയ കടക്കെണിയിലൊന്നും പെടാതെ നമ്മൾ സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാനായിട്ടും പറ്റും. എൻ്റെ കൂട്ടുകാർ ഈ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ലൈഫിന് ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കഴിഞ്ഞ് ഇന്ന് മുതൽ നല്ല ആൾക്കാരായിട്ട് ജീവിക്കാനായിട്ടും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്.
ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം.